ഹലോ മൈ ഗൈസ്, അല്ല പുതിയൊരു റിലീസാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ഗൈസ്. അപ്പം ഇത് നമ്മൾ ഇന്ന് നോർത്ത് എന്ന സ്ഥലമാണ്. അതൊക്കെ കറക്റ്റ് അറിയില്ല. നമുക്ക് ആ ബോർഡ് നോക്കിയിട്ട് പോകാം. ഇന്ന് ഗൈസ് ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവിടെ ട്രെയിൻ വന്നിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ബിൽഡ് ചെയ്താണ്, ഈ അടുത്ത് ബിൽഡ് ചെയ്താണ് ട്രെയിന്. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിടാം. വണ്ടി എന്നൊരു ചങ്ങായിൻ്റെയാണ്. അതിനുകൊണ്ട് ഓന് ഇവിടെ ഇതാക്കി കൊടുക്കണം. ബാക്ക് കൂടെ കയറണോ അല്ലെങ്കിൽ മുമ്പ് കൂടെ കയറാം. വളരെ 100 രൂപയാണ് ചാർജ്. നമുക്ക് അതിന് മുമ്പിലൊക്കെ നോക്കി നോക്കാം. വൈബ് ട്രെയിനാണ്. പണ്ട് ഇതില്ലായിരുന്നു, ഇത് മാറ്റിയതായിരുന്നു. നമുക്ക് റീസൺ നമുക്ക് കയറാം ഗൈസ്, വണ്ടി കയറാം. നമ്മൾ ഇവിടെ ചെറുതായിട്ട് നമ്മൾ ഒന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. സാധനം കൊണ്ട് തുടച്ച് നല്ല ചായ. ഓ ഗൈസ്, ഇത് കുടിച്ച് പോകുന്ന സുഖം ഒന്നിനും കിട്ടില്ല. തണുപ്പത്ത് നോർത്ത് ലൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. തണുപ്പത്ത് നല്ല ചൂട് ചായ എന്താ ടേസ്റ്റ് ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഗുഹയൊക്കെ നമുക്ക് കാണാൻ പോവാം. അതിന് മുമ്പ് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കണം. അത് എവിടെയാണാവോ? നമുക്ക് ആ വീട്ടിൽ ചോദിച്ചു നോക്കാം. എന്തായാലും ഫോട്ടോ എടുക്കാം. അതുവരെ അന്നല്ലേ ഇന്ത്യൻ ട്രെയിനിൻ്റെയും ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫീസും കാണിച്ചില്ല. ഇതാണ് നമ്മൾ ഒന്ന് ട്രെയിൻ. അത് ഞാൻ കാണിച്ചാണ്, ഒന്നുകൂടി കാണിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി എന്തായാലും പുറത്തത്തെ വിഷയിൽ കാണാം. ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട്. കുറേ മറ്റേ ഈ വടിയൊക്കെ ഇവിടെ കുത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം. സ്ഥലമൊക്കെ നോക്കട്ടെ. വൈബ് സ്ഥലമാണ് എന്തായാലും, എന്തൊക്കെ പറഞ്ഞാലും. ഇവിടെ കുറേ ലൈനുണ്ട്. ഇവിടെ ആര് ജീവിക്കാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ ഗായ്സ്, ഇവിടെ മൊത്തം മഞ്ഞാണ്. റിട്ടേൺ ടിക്കറ്റ് ഇവിടെ ഒരു വീട്ടിലാണെന്നാണോ അയാളിനോട് പറഞ്ഞിരുന്നത്. ഇതാ തോന്നുന്നു. ഹലോ, ഇവിടെ അല്ല ബ്രോ റിട്ടേൺ ടിക്കറ്റ് എടുക്കുക? അതെ ബ്രോ, ഇവിടെ തന്നെയാണ് റിട്ടേൺ ടിക്കറ്റ്. ഇതാ ബ്രോ. താങ്ക്സ് ബ്രോ. ഇവിടുത്തെ മഞ്ഞും കാലാവസ്ഥയും ഉണ്ട്. നല്ല തണുപ്പുണ്ടോ ഇവിടെ? അതെ ബ്രോ, ഇവിടെ നല്ല തണുപ്പുണ്ട്. ജൂൺ മാസമല്ലേ, അതിനെ കൊണ്ടാണ് നല്ല തണുപ്പ് ഇവിടെ. ബ്രോ റിട്ടേൺ ടിക്കറ്റിന് എത്ര രൂപ? 350 രൂപ. ഓക്കെ ശരി ബ്രോ, നമുക്ക് പിന്നെ കാണാം കേട്ടോ എപ്പോഴെങ്കിലും. ബൈ. ഓക്കെ ബ്രോ, പിന്നെ കാണാം. ഇപ്പോൾ ഗൈസ് നമുക്ക് തുടരാം. നമ്മൾ നല്ല 2 കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫോണിൽ മെസ്സേജ് ആയിട്ട് വന്ന് നോക്കാം. ആരും അയച്ചിട്ടൊന്നുമില്ല. ആരും വിളിക്കുന്ന പോലെ തോന്നിയാൽ വന്ന് നമുക്ക് പോരാം ഗൈസ്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഹലോ ചേട്ടാ. ഹലോ ബ്രോ, സുഖല്ലേ? ആരടാ നീ? നിനക്കെന്താ ഇവിടെ കാര്യം? സോറി ഏട്ടാ, ഞാൻ പോവാണ്. സോറി. ഹലോ ഗൈസ്, ഇയാൾക്ക് പ്രാന്താ തോന്നുന്നു. മീശയൊക്കെ വെച്ചിട്ട് തലയിൽ 2-3 ബൗള് കമത്തി വെച്ച പോലെ കണ്ടിട്ട്. നമുക്കെന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് ഗൈസ്, ഇതൊരു ക്രിസ്റ്റലിനെ കൊണ്ടുണ്ടാക്കിയ എന്തോ സാധനമാണ്. നമുക്ക് അയ്യോ അമ്മച്ചി, ചെറുതായിട്ടൊന്ന് അടിച്ചു വീണായി. ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് പോവാം. നമുക്ക് അങ്ങനെ ഗൈസ്, അവിടെ എന്തൊരു സാധനം കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. എൻ്റെ ട്രെയിൻ സ്റ്റേഷൻ ഒന്ന് നോക്കിയതാണ്. സ്ഥലം മാറിയിട്ടൊന്നുമില്ലല്ലോ. സ്ഥലം മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓ, ഇതൊക്കെ നല്ല സ്ഥലമാണ്, നല്ല തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ സ്വെറ്റർ എടുക്കാൻ മുട്ടായി ഗൈസ്. പിന്നെ ഉള്ള ഒരു സ്വെറ്റർ ഉണ്ടായിരുന്നു ഗൈസ്, അത് പക്ഷേ ഈ ട്രെയിനിലാണ്. അയാൾ ആണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. അയാൾ വേഗം വരാൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വേഗം മഞ്ഞ സാധനം ഒന്ന് കണ്ടിട്ട് വരാം.
ഇതെന്താ ഇത് പുഷ്പാറ്റൂല സാധനമല്ലേ, ചന്ദനത്തടിയല്ലേ, രക്തചന്ദനാണെന്ന് കേസ്. എല്ലാം സ്മഗ്ലേഴ്സാണ് ഇവിടെ ഉള്ളത്. ഈ സാധനം വല്ല കയറാൻ പറ്റില്ലല്ലേ. നമുക്കെന്തായാലും പോവാം. ഓ ഒരു ഇഗ്ലു കേസ്, ഞാൻ ഈ ഇഗ്ലു ഉണ്ട്. ഇനി ഈ ഇഗ്ലുവിൻ്റെ ഈ ചന്ദനത്തടിക്കാരൊക്കെ ഇങ്ങോട്ടാണോ ഇഗ്ലു കൊണ്ടുവന്നത്? കേസ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കാം. ഓ കേസ് നല്ല തണുപ്പും ഈ ഇഗ്ലുവിൻ്റെ ഉള്ളിൽ പോയി ചെറിയൊരു ചൂട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും ഇഗ്ലുവിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഒത്തിരിക്കാം. നമുക്കെന്തായാലും പോവാം. നമുക്കൊന്ന് നടക്കാം. ബാങ്ക് കൊള്ളയടിച്ചു. ബർഗർ തരാത്തതിന് യുവാവിന് നല്ല മർദ്ദനം. അപ്പോൾ നമ്മുടെ ന്യൂസ് ഇതുവരെ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അയ്യോ ന്യൂസും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഓ ക്യാമറ എടുത്ത് ഹലോ ഗൈസ്, പിന്നെ നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യം, നമ്മൾ സ്നോ എന്നൊരു ഇവിടുന്ന് നോർത്ത് ലൈനിൽ ഒരു കോള് വന്നു. ഇവിടെ നാട്ടിൽ നിന്ന് ഫ്രണ്ടിന് സുഖമില്ലെന്ന് വരണം, അവൻ അത്യാവശ്യം ഒരു ഗുരുതര നിലയിലാന്ന് പറഞ്ഞിട്ട്. അതിനുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു ഗൈസ്. അപ്പം എന്നിട്ട് ഓനിപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഓനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഞാൻ വേഗം ട്രെയിൻ കയറി വന്നതാണ്. നമുക്കിനി നേരെ എൻ്റെ ഒരു ചങ്ങായി വീട്ടിലുണ്ട് വണ്ടി, ഓൻ്റെ വണ്ടിയായിട്ട് പോവാം. എൻ്റെ വണ്ടി എന്തോ അവിടെ കുടുങ്ങി കിടക്കാണ്. ചേച്ചി സുഖല്ലേ? ചേച്ചിയൊന്നും മിണ്ടില്ല. ഇവിടെ നമ്മളൊരു ഫ്രണ്ടിന് ചേട്ടാ ബൈക്കൊന്നും ഓമോനെ കൊണ്ടുവയ്ക്കോ, സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. ശരി ചേട്ടാ, ഞാൻ വൈകുന്നേരം എത്തിക്കാട്ടോ. ശരി ആ മോനെ മെല്ലെ എത്തിച്ചാൽ മതി കേട്ടോ.